വിലാപങ്ങൾ അധ്യായം 3. ഞാൻ അവന്റെ കോപത്തിന്റെ വടി കൊണ്ട് കഷ്ടം കണ്ട പുരുഷനാവുന്നു. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്ര നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നു. അതെ, അവൻ ഇതോടാതെ പിന്നെയും പിന്നെ തന്റെ കൈ എന്റെ നേരെ തിരിക്കുന്നു. എന്റെ മാംസത്തെയും ത്വക്കിനെയും അവൻ ജീർണമാക്കി എന്റെ അസ്ഥികളെ തകർത്തിരിക്കുന്നു. അവൻ എന്റെ നേരെ പണിതു നഞ്ചും പ്രയാസവും എന്നെ ചുറ്റുമാറാക്കിയിരിക്കുന്നു. ശാശ്വത മൃതന്മാരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. പുറത്തു പോകാൻ കഴിയാതെ വന്ന അവൻ എന്നെ വേലി കെട്ടി അടച്ച് എന്റെ ചങ്ങലയെ ഭാരമാക്കിയിരിക്കുന്നു. ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു. വിട്ടുകളുകൊണ്ട് അവൻ എന്റെ വഴി അടച്ചു, എന്റെ പാതകളെ വികടമാക്കിയിരിക്കുന്നു. അവൻ എനിക്ക് പതിയിരിക്കുന്ന കడ్డిയെപ്പോലെയും മറിഞ്ഞു നിൽക്കുന്ന സിംഹത്തെപ്പോലെയും ആകുന്നു. അവൻ എന്റെ വഴികളെ തെറ്റിച്ച് എന്നെ കടിച്ചു കീറി ശൂന്യമാക്കിയിരിക്കുന്നു. അവൻ വില്ലു ഒളിച്ച് എന്നെ അമ്പിന് ലാക്കാക്കിയിരിക്കുന്നു. അവൻ തന്റെ പൂണിയിലെ അമ്പുകളെ എന്റെ അന്തരംഗങ്ങളിൽ തറപ്പിച്ചിരിക്കുന്നു. ഞാൻ എന്റെ സർവ്വജനത്തിന് പരിഹാസവും ഇടപെടാതെ അവരുടെ പാട്ടുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നെ കൈപ്പ് കൊണ്ട് നിറച്ചു, കാഞ്ഞിരം കൊണ്ട് മത്തു പിടിപ്പിച്ചിരിക്കുന്നു. അവൻ കല്ലുകൊണ്ട് എന്റെ പല്ല് തകർത്തു, എന്റെ വെണ്ണീരിൽ ഇട്ടുരുട്ടിയിരിക്കുന്നു. നീ എന്റെ പ്രാണനെ സമാധാനത്തെ നീക്കി, ഞാൻ സുഖം മറന്നിരിക്കുന്നു. എന്റെ മഹത്വവും യഹോവയിലുള്ള എന്റെ പ്രത്യാശയും പോയിപ്പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. നീ എന്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. നീ എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ എപ്പോഴും അവയെ ഓർത്ത് ഒരുങ്ങിയിരിക്കുന്നു. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കുന്നു. നാം ഒടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയയാവുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും എന്റെ വിശ്വസ്ത വലിയതുമാവുന്നു. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവന്റെ പ്രത്യാശ വെക്കുന്നു. എന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവന് യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. ബാല്യത്തിൽ മുഖം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. അവൻ അത് അവന്റെ മേൽ വെച്ചിരിക്കൊണ്ട് അവൻ തനിച്ച് മൗനമായിരിക്കട്ടെ. അവൻ തന്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ, പക്ഷേ പ്രത്യാശ ശേഷിക്കും. തന്നെ അടിക്കുന്നവൻ അവൻ കവിൾ കാണിക്കട്ടെ. അവൻ വേണ്ടുവോളം നിന്നനുഭവിക്കട്ടെ. കർത്താവ് എന്നേക്കും തള്ളിക്കളകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തന്നെ മഹാദൈവത്തോണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. ഭൂമിയിലെ സകല ബുദ്ധന്മാരെയും കാൽക്കീഴിട്ട് മെതിക്കുന്നതും അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യനെ ന്യായം മറിച്ചു കളയുന്നതും മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നതും കർത്താവ് കാണുകയില്ലയോ? കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാവുന്നു വല്ലതും സംഭവിക്കുന്നത്? അത്യുന്നതന്റെ ഭാഗത്ത് നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ? മനുഷ്യൻ ജീവനുള്ളതെന്ന് നെടുവേർപ്പെടുന്നതെന്ത്? ഓരോരുത്തരും തന്റെ പാപങ്ങളെ കുറിച്ച് നെടുവേർപ്പെടുത്തട്ടെ. നാം നമ്മുടെ നടപ്പാരാഞ്ഞ ശോധന ചെയ്ത് യഹോവയുടെ അടുക്കിലേക്ക് തിരിയുക. നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്വനായ ദൈവത്തിലേക്ക് ഉയർത്തുക. ഞങ്ങൾ അതിക്രമം ചെയ്തു, മത്സരിച്ചു, നീ ക്ഷമിച്ചതുമില്ല. നീ കോപം കുതിച്ച് ഞങ്ങളെ പിന്തുടർന്നു, കരുണ കൂടാതെ കൊണ്ടുകളഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥന കിടക്കാതെ വന്ന് നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു. നീ ഞങ്ങളെ ജാതികളിൽ ചവറും എച്ചിലുമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെയും ഞങ്ങളുടെ നേരെ വായ് കൊണ്ടുവന്നിരിക്കുന്നു. പേടിയും കനിയും ശൂന്യവും നാശവും ഞങ്ങൾക്ക് ഭവിച്ചിരിക്കുന്നു. എന്റെ ജനത്തെയും പുത്രിയുടെ നാശനിമിത്തം നെടുത്തോടുകൾ എന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു. യഹോവ സ്വർഗത്തെയും നോക്കി കടാശിക്കുവോളും എന്റെ കണ്ണ് ഇടപെടാതെ പൊഴിക്കുന്നു, ഇളക്കുന്നതുമില്ല. എന്റെ നഗരത്തിലെ സകല സ്ത്രീജനത്തെയും കുറിച്ച് എന്റെ കണ്ണ് എന്റെ പ്രാണനെ വ്യസനിപ്പിക്കുന്നു. കാരണം കൂടാതെ എന്റെ ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷിയെ പോലെ വേട്ടയാടിയിരിക്കുന്നു. അവർ എന്റെ ജീവനെ കൊണ്ടറയിലിട്ട് നശിപ്പിച്ചു, എന്റെ മേൽ കല്ലെറിഞ്ഞിരിക്കുന്നു. വെള്ളം എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞൊരുക്കി. ഞാൻ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു. യഹോവേ, ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് എന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിച്ചിരിക്കുന്നു. എന്റെ നിലവിളിപ്പിനും എന്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എന്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷ നാളെ നീ അടുത്തു വന്നു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവെ, നീ എന്റെ വ്യവഹാരം നടത്തി എന്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. യഹോവേ, ഞാൻ അനുഭവിച്ച അന്യായം നീ കണ്ടിരിക്കുന്നു. എന്റെ വ്യവഹാരം തീർത്തു തരണമേ. അവർ ചെയ്ത സകല പ്രതികാരവും എനിക്ക് വിരോധമായുള്ള അവരുടെ സകല നിരൂപണങ്ങളും നീ കണ്ടിരിക്കുന്നു. യഹോവേ, അവർ നിന്നെയും എനിക്ക് വിരോധമായുള്ള അവരുടെ സകല നിരൂപണങ്ങളും എന്റെ എതിരികളുടെ വാക്കുകളും ഇടപെടാതെ എനിക്ക് വിരോധമായുള്ള നിലവും നീ കേട്ടിരിക്കുന്നു. അവരുടെ ഇരിപ്പും എഴുന്നേൽപ്പും നോക്കണമേ. ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു. യഹോവേ, അവർ പ്രവർത്തിക്ക് തക്കവണ്ണം അവർക്ക് പകരം ചെയ്യണമേ. നീ അവർക്ക് ഹൃദയകാഠിന്യം വരുത്തും. നിന്റെ ശാപം അവർക്ക് വരട്ടെ. നീ അവരെ കോപത്തോടെ പിന്തുടർന്ന് യഹോവയുടെ ആകാശത്തിന് കീഴിൽ നിന്ന് നശിപ്പിച്ചു കളയും.